ഇനി അടുത്തത് ഒരു ഫാസ്റ്റ് പാട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ സ്വാതിയെ വിളിക്കാഞ്ഞ്. കസ്തൂരി എൻ്റെ കസ്തൂരി എന്ന് പറഞ്ഞ ഒരു അടിപൊളി പാട്ട് എന്നോട് വ്യത്യസ്തമായിട്ട് നിർത്താൻ വേണ്ടി അങ്ങനെ ഒരു പാട്ട് കൂടെയാണ്. അപ്പം സ്വാതിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അമേന്ദ ചേട്ടൻ അർമുഖൻ സാറിന് ഏതെങ്കിലും ദിവസം പാടാൻ അവസരം കൊടുക്കണം കേട്ടോ. അർമുഖൻ സാറ് VSSCയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ആളായിരിക്കുന്നത്. സിംപ്ലിസിറ്റി പാലക്കാടാണ്. സാർ ഒന്നുകൂടെ ഒന്ന് എഴുന്നേറ്റ് അവരൊക്കെ ഒന്ന് കാണട്ടെ. വലിയമലയുടെ ഇൻചാർജുള്ള, വലിയമല VSSCയുടെ ഇൻചാർജുള്ള വളരെ സിമ്പിളായ ഒരു പാലക്കാട് സാധാരണ കുടുംബത്തിൽ ജനിച്ച് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് പഠിച്ച് ഇന്ത്യയുടെ സയൻറ്റിസ്റ്റിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ ആളാണ് ഇരിക്കുന്നത്. എത്ര സിമ്പിളായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവരും എൻ്റെ അടുത്ത് വന്ന് പഠിക്കുന്നു. കേരളത്തിൻ്റെ ADGP ശ്രീ സാറും വന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ എന്നിൽ എന്തെങ്കിലും സാധനവും നന്മയും ഉണ്ടായിട്ടുള്ളൂ മാത്രമാണ്. താങ്ക് യു. കസ്തൂരി 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 അയ്യന്റെ കസ്തൂരി അഴകിൻ ശൃംഗാരി കളിയാടാൻ വാ. നീ പട്ടുടുത്ത് പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശൃംഗാരി കളിയാടാൻ വാ. ചുണ്ടിലെ ചേരിൽ ഗോമാമ്പഴത്തുണ്ടു ഞാൻ കണ്ടു. കോമള കവിളിലെ ചോപ്പിൽ കാട്ടുതക്കാളി ചന്തവും കണ്ടു. അയ്യോ എന്റെ കസ്തൂരി അഴകിൻ ശൃംഗാരി കളിയാടാൻ വാ.
ചൂടി നീ നിന്നെങ്കിൽ പൂമണം പോലെ നിന്നെ മൂടും. നീ പട്ടുടുത്ത് പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി, എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ. പട്ടുടുത്ത് പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി, എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും കുറച്ച് പാട്ടുകളൊക്കെ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ ഇനിയും അടുത്തൊരിക്കൽ ഈ നേരത്തെ പറഞ്ഞത് വലിയൊരു സജഷനാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. വയലാറിൻ്റെ 50ാം ചരമവാർഷികം ഒരു വർഷത്തേക്ക് നടത്തണം, ഫണ്ടൊക്കെ അവർ തരും, ചേട്ടൻ കഷ്ടപ്പെടേണ്ട. അദ്ദേഹമാണ് ആശയം തന്നത്. തീർച്ചയായിട്ടും ഈ സർക്കാർ ഭരിക്കുമ്പോൾ വയലാർ സാംസ്കാരിക വേദിക്ക് അത്രയും 1000 ദിവസം നടത്താൻ, അല്ല 362 ദിവസവും പരിപാടി നടത്താൻ സാധിക്കട്ടെ. വ്യത്യസ്തമായ ബാൻഡും എല്ലാം വേണം. എല്ലാ ചെറുപ്പക്കാരെയും ഉൾപ്പെടുത്തി ഒരിക്കൽ കൂടി വന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു വെരി മച്ച്. ഒരു മിനിറ്റ്. വയലാർ സാംസ്കാരിക വേദിയുടെ ഈ സാംസ്കാരികോത്സവത്തിൻ്റെ 1ാം ദിവസം അതിമനോഹരമായ രീതിയിൽ ഗാനമേള ഒരുക്കിയ മലയാളത്തിലെ പ്രിയപ്പെട്ട ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ പന്തളം ബാലനും അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യരായ ശ്രീജിത്ത് സാറ് പോയി. ശ്രീജിത്ത് സാർ ഇന്ന് ഈ വേദി നമ്മളെ ശരിക്കും അമ്പരിപ്പിച്ചു. സാറിനും സാറിൻ്റെ കൂടെ അതിമനോഹരമായ ഗാനങ്ങൾ അവതരിപ്പിച്ച എല്ലാ കൊച്ചു കൂട്ടുകാരികൾക്കും വയലാർ സാംസ്കാരിക വേദിയുടെ അതിയായ സന്തോഷവും നന്ദിയും ഈ വേദിയിൽ രേഖപ്പെടുത്തുന്നു. നാളെ ഈ വേദിയിൽ എല്ലാവരും, സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവരും, നേരത്തെ ബാലൻ സാർ പറഞ്ഞതുപോലെ എല്ലാവരും നാളെ ഈ വേദിയിൽ ഉണ്ടാവണം. നാളെ പ്രശസ്തരായ രവിശങ്കർ, അഖിലാനന്ദ, ആതിര മുരളി തുടങ്ങിയ ഒട്ടനവധി ഗായകർ പങ്കെടുക്കുന്ന ഇതുപോലത്തെ മനോഹരമായ ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ ക്ഷണിക്കുന്നു. നാളത്തെ പി ഭാസ്കരൻ മാഷിൻ്റെ ഗാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഗാനമേളയാണ്. എല്ലാ സഹൃദയരും ഈ വേദിയിൽ ഈ കിഴക്കേക്കോട്ട കാർത്തിക തിരുനാൾ തിയേറ്ററിൽ എത്തണമെന്ന അപേക്ഷയോടുകൂടി ഒരിക്കൽ കൂടി ബാലൻ സാറിനും അദ്ദേഹത്തിൻ്റെ പ്രിയ ഗായകർക്കും ഇന്നിവിടെ അതിമനോഹരമായ ഓർക്കസ്ട്രേഷൻ ചെയ്ത വിനയൻ ടീമിനും എല്ലാവർക്കും ഇവിടെ എത്തിയ എല്ലാ സഹൃദയർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.